ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീറ്റ് 2026 പെട്ടുപോകും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാത്രമല്ല നിങ്ങൾ പെട്ടുപോകും മാത്രമല്ല ഇപ്പം നടക്കുന്ന നീറ്റ് എക്സാമിൽ മോഡൽ എക്സാമിലൊക്കെ നിങ്ങൾക്ക് തീരെ മാർക്ക് കിട്ടില്ല. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫിസിക്സിൽ നിങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഫിസിക്സിൽ ഞാൻ പഠിച്ച മെത്തേഡുകൾ എനിക്ക് എങ്ങനെയാണ് ഇത്രയും നല്ല സ്കോർ കിട്ടിയത്, അപ്പോൾ ഞാൻ ആ മെത്തേഡുകൾ 5 സ്റ്റെപ്പായിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. അത്രയും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നിങ്ങളെ ബെനിഫിറ്റ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. 20K സബ്സ്ക്രൈബേഴ്സിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് മസ്റ്റാണ്. നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ലൈക്ക് ചെയ്യുക. കാര്യം അത്രയും എഫേർട്ട് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, പിന്നെ എന്തിലൊക്കെ എറൈസ് ഉണ്ടെങ്കിൽ റീഷൂട്ട് ചെയ്യണം, വീണ്ടും എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇതൊക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ലൈക്ക് ചെയ്തിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 20K സബ്സ്ക്രൈബേഴ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ വിത്തിൻ ഒരു 1 to 2 മന്തിനുള്ളിൽ നമുക്ക് 20K സബ്സ്ക്രൈബേഴ്സിലൂടെ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് മസ്റ്റാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫിസിക്സ് അങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് ഇനീഷ്യലി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫിസിക്സ് അങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ എങ്ങനെ ഇത്രയും നല്ല സ്കോർ ഫിസിക്സിൽ ഉണ്ടാക്കി, എൻ്റെ മെത്തേഡുകളാണ്, എൻ്റെ സ്ട്രാറ്റജീസ് ആണ് പറയാൻ പോകുന്നത്. കാര്യം പല ആൾക്കും പല സ്ട്രാറ്റജീസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ സ്ട്രാറ്റജീസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മോട്ടിവേറ്റ് ചെയ്യും. കാര്യം ഞാൻ ഈ ചാനൽ തുടങ്ങിയ ആ ഫസ്റ്റ് ടൈമിൽ ഫിസിക്സിനെ കുറിച്ചിട്ടാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് തന്നെ പഠിക്കുക എന്നുള്ളത് 5 സ്റ്റെപ്പ്. അതായത് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ഞാൻ 5 സ്റ്റെപ്പായിട്ടാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ PDF എന്ത് ചെയ്യാം, ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലും ടെലഗ്രാം ചാനലിൻ്റെ പേര് ഷാഹിദ് മിക്കി നീറ്റ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് 1, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫിസിക്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്താണ്, ബേസിക് ആയിട്ടുള്ള കാര്യം, ബേസിക് മാത്തമാറ്റിക്സ് പഠിക്കുക. ബേസിക് മാത്തമാറ്റിക്സ് ക്ലാസ് ഓടി നിങ്ങൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ഫ്രീ ആയിട്ട് ക്ലാസ് എൻ്റെ ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ബേസിക് മാത്തമാറ്റിക്സിൽ പഠിക്കുക, നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ, ബ്രില്യൻ, അസൈലം, മറ്റേ എജുബോർഡ്, പല ഇൻസ്റ്റിറ്റ്യൂഷനും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്കറിയില്ല, ഞാൻ സൈലത്തിനൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് നോക്കുക, ഇൻ്റഗ്രേഷൻ നോക്കുക, അതുപോലെ തന്നെ ട്രിഗണോമെട്രിന്റെ കുറച്ച് ഫംഗ്ഷനുകളൊക്കെ പഠിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അത് പഠിക്കാൻ ടൈം ഇല്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല. എന്താ കാര്യം നിങ്ങൾക്കറിയോ, ഫാക്കൽറ്റീസിനെ നിങ്ങൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ അവരെന്നെ ഡീറ്റെയിൽ ആയിട്ട് അത് ഫാക്കൽറ്റീസിനെ എന്ത് ചെയ്യും, ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും. ഓക്കെ, സ്റ്റെപ്പ് 2, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഓരോ 5 സ്റ്റെപ്പായിട്ടായിരിക്കും പോകുന്നത്. ഈ 5 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, സ്റ്റെപ്പ് 2 ആണ് അടുത്ത് പറയാൻ പോകുന്നത്. സ്റ്റെപ്പ് 2 ഇനീഷ്യലി പറയാനുള്ളത്, നിങ്ങൾ ക്ലാസ് കേൾക്കുക. ഇനീഷ്യലി നിങ്ങൾക്ക് ഈ വീക്ക്ലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അവർ ഒരുപാട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ഈ ക്ലാസ്സസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. എങ്ങനെ നിങ്ങൾ കേൾക്കണം, ക്ലാസ് കേൾക്കുക, അതായത് ഓർഡറിൽ കേൾക്കുക. അതായത് ഇപ്പോൾ പാർട്ട് 1 ക്ലാസ് ഒന്നുണ്ട്, നാളത്തെ ക്ലാസ് പാർട്ട് 2 മിസ്സായി, പാർട്ട് 3 മറ്റന്നാളെയാണ്. മറ്റന്നാളത്തെ ക്ലാസ് കേട്ടിട്ട് കാര്യമില്ല, പാർട്ട് 2 തന്നെ കേൾക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, 1 ഡയമെൻഷൻ മോഷൻ ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, നിങ്ങൾ 2 ഡയമെൻഷൻ മോഷൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്. 1 ഡയമെൻഷൻ മോഷൻ കേൾക്കാതെ 2 ഡയമെൻഷൻ മോഷൻ കേട്ടിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ 1 ഡയമെൻഷൻ മോഷൻ നിങ്ങൾ കേൾക്കണം. ഓക്കെ, റെഡി. അപ്പോൾ അതാണ് ഇൻ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ളത്. കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ്സസ് ആണ് കേൾക്കുന്നത്. എന്താണ് ഈ കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ്സസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. 3 സ്റ്റാർ പോയിന്റ് ആണ്. 3 സ്റ്റാർ പോയിന്റ് ആണ്. കാര്യം എന്താ നിങ്ങൾക്കറിയാം, ഈ കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പല ഫാക്കൽറ്റീസും ചെറ പറയുമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞ് തിയറി എടുത്തിട്ട് പോകും. ഞാൻ പഠിച്ചപ്പോൾ തന്നെ എൻ്റെ ഒരുപാട് ടൈം എനിക്ക് പോയതാണ്. അങ്ങനെ വെറുതെ എന്തേലും പറഞ്ഞു പോകും. അതായത് അവർക്ക് ഫാക്കൽറ്റീസിന് മനസ്സിലാവും, സ്റ്റുഡൻസിന് മനസ്സിലാവില്ല. അങ്ങനത്തെ പല ലെക്ചേഴ്സും ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ക്ലാസ് ടീച്ചറൊക്കെ പറയും, നിങ്ങൾ ആ ക്ലാസ്സിൻ്റെ നിങ്ങൾക്ക് ഈ വർഷം തരുന്ന ക്ലാസ് തന്നെ കാണണം. പക്ഷേ നമുക്കത് അറിയുന്നതിനെ കുറിച്ചിട്ടല്ല, നമ്മളതന്നെ കേൾക്കും. ഇതിനെ കുറിച്ചിട്ട് അറിയില്ല, നമ്മളതന്നെ കേൾക്കും, ഒരു മാർക്കും കിട്ടില്ല. കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ്സസ് പഴയ ക്ലാസ് ഉണ്ടെങ്കിൽ അത് കേൾക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റീസ് എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിരിക്കണം ക്ലാസ്. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം ആ രീതിയിലായിരിക്കണം ക്ലാസ്. ഓരോ കേസസ് പറഞ്ഞിട്ടായിരിക്കണം ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ വെറുതെ തിയറി പറയാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുക, അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ക്ലാസ്സസ് ആയിരിക്കും. അത് മെജോറിറ്റി ഓഫ് ഇപ്പോഴത്തെ ഫാക്കൽറ്റീസ് അങ്ങനെ തന്നെയാണ്. ബെസ്റ്റ് എക്സാമ്പിൾ അനന്തു സാർ, ബ്രില്യനിലാണെന്നുണ്ടെങ്കിൽ ജയ്സൺ സാർ, ചന്ദ്രലാൽ സാർ, ഉല്ലാസ് സാറൊക്കെ ഉണ്ട്. അനന്തു സാറെ ക്ലാസ് ഒക്കെ അടിപൊളി ക്ലാസ്സസ് ആണ്. ഓക്കെ, അത് കേൾക്കാം. പിന്നെ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ നോട്ട്സ് എഴുതണം.
അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് എത്ര ലെക്ചർ നോട്ട് പ്രിന്റഡ് നോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് എഴുതാം. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, വെറുതെ പറയല്ല. ഞാൻ എഴുതിയ 2023 ഞാൻ എഴുതിയ നോട്ടിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതെന്തിനാ നിങ്ങൾക്ക് എഴുതണം നിങ്ങൾക്കറിയാം. നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തലേക്ക് കയറും. പിന്നെ നിങ്ങൾ അത് പഠിക്കാൻ നിൽക്കണ്ട. അത് പിന്നെ ജസ്റ്റ് നോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കത്തും. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഒരിക്കലും നിങ്ങൾ ക്ലാസ്സിൽ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് എഴുതരുത്. അത് എഴുതി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ നോക്കാൻ ടൈം കിട്ടില്ല. നിങ്ങൾ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തിക്കാണ്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ ടീച്ചേഴ്സ് പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഭാഗം പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും കിട്ടുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവർ തരുന്ന സൊല്യൂഷൻ കേൾക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ നോട്ട്. 2023 നീറ്റിന് പഠിച്ചപ്പോഴത്തെ നോട്ടാണ്. 2022 പഠിച്ചപ്പോൾ എൻ്റെ നോട്ടുണ്ടായിരുന്നു. 2023 പഠിച്ചപ്പോൾ വേറെ ഉണ്ടാക്കിയതാണ്. ഫിസിക്സിൻ്റെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ നോട്ടാണ്. മാഗ്നറ്റിക് ഫ്ലക്സ്, അതായത് BDS അല്ലെ, BDS കോസ് തീറ്റ അല്ലേ, BDS കോസ് തീറ്റ. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. ഗോസ് തിയറം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട്, അതായത് നമുക്ക് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കിട്ടും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ, ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഡൈപോൾ മൊമെന്റ് ഡൈപോൾ = m/2l അല്ലേ, m/2l. അപ്പോൾ എന്താ ഇതിന്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ അല്ലെ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മാഗ്നറ്റിക് മൂവ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാർ മാഗ്നറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അല്ലെ, ഫോർ എ സിംഗിൾ പാർട്ട് പോൾ സ്ട്രെങ്ത് സെയിം നോ ക്ലിയർ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യങ്ങൾ, അതായത് അന്ന് മനസ്സിലായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എഴുതാം. ഓക്കെ, പുതിയ മാഗ്നറ്റിക് മൂവ്മെന്റ് എന്താണ് അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് എഴുതി ജസ്റ്റ് ഇന്ന് എക്സാമ്പിൾ കാണിച്ചതാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നേ എഴുതിയതാണോ, പക്ഷെ ടൈം എടുത്താൽ മനസ്സിലാവും. അപ്പൊ അതിനുള്ള ടൈം നമുക്കില്ല. പിന്നെ എന്താണ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചാപ്റ്റർ വൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നീറ്റിന്റെ പ്രീവിയസ് ഇയറിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളത് ഓരോ ചാപ്റ്ററിലും. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏത് ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. എല്ലാ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് ചാപ്റ്ററിലാണ് അതും കൂടി ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ കറന്റ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമി കണ്ടക്ടർ സിമ്പിൾ ആണ്, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന 3 ക്വസ്റ്റ്യൻ, മിനിമം 3 ക്വസ്റ്റ്യൻ അല്ലേ എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനിപ്പോൾ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ വേവ്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കുറവാണ്, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കണം. എനിക്കൊന്ന് കറന്റ് ഇലക്ട്രിസിറ്റി നല്ല ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും, നല്ല ടഫും കുറച്ചൊക്കെ ടഫാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയ സിമ്പിളാണ്. ഓക്കെ, ഹലോ ഓൾ. നീറ്റ് 2025 കഴിഞ്ഞപ്പോൾ പല ബ്രാൻഡും നമ്മളോട് എന്താ പറഞ്ഞിരുന്നത്, ഫിസിക്സ് ടഫായിരുന്നു, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഒരു ബ്രാൻഡ് മാത്രം അതിന്റെ പ്രൂഫ് കാണിച്ചു തന്നു. അതായത് എങ്ങനത്തെ പ്രൂഫ്, അതിൽ ചോദിച്ച എക്സാക്ട് ക്വസ്റ്റ്യൻ കാണിച്ചു തന്നു. ഞാൻ ബ്രാൻഡിന്റെ പേരും അല്ലെങ്കിൽ ആപ്പിന്റെ പേരൊക്കെ പറയുന്നതിന് മുന്നേ അവരെ പ്രൂഫും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആ ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ് നമുക്ക് പറഞ്ഞത്, എങ്ങനെയൊക്കെ ഫിസിക്സ് ചാപ്റ്റർ പഠിക്കണം എന്നുള്ളത്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വഴി നിങ്ങൾക്ക് ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. മൊമെന്റം ഓഫ് ഫാളിംഗ് ഒബ്ജക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺസിഡർ ബാൾ എന്ന് പറഞ്ഞിട്ട് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ആൻസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ വേണ്ടി കൊടുത്തിട്ട് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എന്നുള്ളത് എന്ത് ചെയ്യും, അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ബിൽഡിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ബിൽഡിംഗ് ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ലോസ് ഓഫ് മോഷൻ ചെക്ക് ചെയ്തു. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഫ്രീ ബോഡി ഡയഗ്രം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫ്രീ ബോഡി ഡയഗ്രം. അങ്ങനെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് കോൺസെപ്റ്റ് ബിൽഡിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം NCERT മാസ്റ്റർ ഉണ്ട്. NCERT മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERT ബാക്കത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റും. അതായത് അല്ലേ, അതില്ല NCERT ക്ലാസ് 11ന്റെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്കൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എടുക്കാം. നിങ്ങൾക്ക് സെറ്റ് 1 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതും നിങ്ങൾക്ക് കിട്ടും അല്ലേ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് അടുത്ത സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ എന്താണ്, 4 ആണ്. പ്രീവിയസ് ഇയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിൻ്റെ സിമിലർ ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പോൾ
അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2019 നീറ്റ്, 2012 നീറ്റ്, 2004 നീറ്റ്, അങ്ങനെ പല കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2013, 2020 എന്നൊക്കെ പറഞ്ഞിട്ട് അത് യൂണിറ്റ്സ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യങ്ങളാണ് അല്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അതായത് നല്ലൊരു ആപ്പ് തന്നെയാണ്. എൻ്റെ ഒരു ഇതിൽ ബെസ്റ്റ് ആപ്പ് തന്നെയാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞത്. ഈ സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ്. ഒരുപാട് ഫീച്ചേഴ്സ്, അഡീഷണൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവിഷന് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എക്സാം എഴുതണം. ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് ഉണ്ട്. നിങ്ങൾ പ്രാക്ടീസിൽ പോയി കഴിഞ്ഞാൽ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് എടുത്തു കഴിഞ്ഞാൽ ആൾ ഇൻ വൺ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസ് എഴുതാൻ പറ്റും. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2025 നീറ്റിൽ നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്നാണ് വന്നത്. ഓക്കെ, അപ്പോൾ ചെക്കൗട്ട് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ എന്താ പറയുക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് 96% ഓഫ് ക്വസ്റ്റ്യൻ കെയിം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്താണ് എലൈറ്റ് പ്ലാൻ അല്ലെങ്കിൽ പ്ലസ് ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് എന്നാണ് വന്നിട്ടുള്ളത്. ആപ്പിൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു ലാസ്റ്റിലേക്ക് പറയുന്നത് മെമോനീറ്റ് എന്നാണ് ആപ്പിൻ്റെ പേര്. മെമോനീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്താൽ പോരാ, നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള റിവിഷൻ കൊണ്ടുപോകണം അല്ലേ. അല്ലെങ്കിൽ എന്താ പ്രശ്നം, നീറ്റിന്റെ ആ ഡേ വരെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ മെമോനീറ്റിന്റെ സയന്റിഫിക് റിവിഷൻ സിസ്റ്റം ഞാൻ പരിചയപ്പെടുത്തി തരാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്പേസ്ഡ് റിപ്പീറ്റേഷനും അതുപോലെ തന്നെ ഫിബൊനാച്ചി ലോജിക്കും വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു 7 സ്റ്റേജസ് ആയിട്ടാണ് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആക്റ്റീവ് റിവിഷനിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നിങ്ങളെ ഷോർട്ട് ടേം മെമ്മറിലോട്ടാണ് പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ടേം മെമ്മറിലോട്ടാണ് പോകുന്നത്. വീണ്ടും നിങ്ങൾ അത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത് അടുത്ത സ്റ്റേജിലോട്ട് പോകും. വീണ്ടും നിങ്ങൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജ്, അതായത് ലോങ് ടേം മെമ്മറിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ശരിക്കും നിങ്ങളിത് എപ്പോൾ നിങ്ങൾ മെമ്മറൈസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് മെമോനീറ്റിനെ പറഞ്ഞുതരും. ഇവരെ ആപ്പ് ത്രൂ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആ ക്വസ്റ്റ്യൻ എപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യണം എന്നുള്ളതെല്ലാം നിങ്ങൾ മെമോനീറ്റ് ആപ്പ് തന്നെ റിമൈൻഡ് ചെയ്യും. അത് ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ടെമ്പററി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൽ ആൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് 0 എന്ന് കാണിക്കുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിൽ എൻകോഡിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, റിപ്പീറ്റിംഗ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറൈവിംഗ് ലോങ് ടേം മെമ്മറി, കണക്ട് ന്യൂറോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റീറ്റെയിനിങ് ലോങ് ടേം എന്ന് കൊടുത്തിട്ടുണ്ട്, ഹിപ്പോ ക്യാമ്പസ് പ്രോസസ്സിംഗ്, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിട്രീവിംഗ് സ്റ്റോർഡ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 7 റിവിഷൻ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ റിവിഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഈ ശരിക്കും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അന്ന് തന്നെ നിങ്ങൾക്ക് നീറ്റിൻ്റെ അതുവരെ നിങ്ങൾക്ക് തലയിൽ നിങ്ങളെ മൈൻഡിലുണ്ടാവില്ല. അപ്പോൾ മെമോനീറ്റിൻ്റെ സയൻറ്റിഫിക് റിവിഷൻ മെത്തേഡുകളുണ്ട്, സയൻറ്റിഫിക് റിവിഷൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ, അത് എന്താ, ഇറ്റ് യൂസസ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ അതുപോലെ തന്നെ ഫിബൊനാച്ചി ലോജിക് ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റിന് 7 റിവിഷൻ സ്ട്രാറ്റജീസിലൂടെയാണ് പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിലാണുള്ളത്. അത് ഒരു തവണയും കൂടി സെറ്റ് ആക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലോട്ട് പോകും. പിന്നെ ഫൈനൽ സ്റ്റേജിലേക്ക് നിങ്ങൾ ഒരു തവണയും കൂടി സെറ്റ് ആക്കിയാലാണ് ഫൈനൽ സ്റ്റേജിലേക്ക്, അതായത് ലോങ് ടേം മെമ്മറിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മെമോനീറ്റ് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ആക്കുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂപ്പൺ കോഡ് ഷാഹിദ്20 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഓഫർ കിട്ടും. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക, നീറ്റ് 2026 സെറ്റ് ആക്കുക. ഈ ഒരു ആപ്പ് ത്രൂ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. അടുത്തത് സ്റ്റെപ്പ് നമ്പർ 3, ഡു ക്വസ്റ്റ്യൻസ് ഈച്ച് ഡേ ആഫ്റ്റർ ക്ലാസ്. അതായത് നിങ്ങൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷനുള്ള മെറ്റീരിയൽ എടുക്കണം. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ യു ഹാവ് ടു ടേക്ക് ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ മെറ്റീരിയൽസ്. അതായത് ഒരു ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുക്കുക. ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത് എന്താ പറയുക, അത് സോർട്ട് ഔട്ട് ചെയ്ത് കിട്ടണം. പക്ഷേ നിങ്ങൾ ഷഫിൾഡ് മെറ്റീരിയൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷനുള്ള മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കോഴ്സ് ഇന്ന് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് റിപ്പീറ്റ് ടൈമിൽ പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഷഫിൾഡ് മെറ്റീരിയൽ എടുത്ത് ചെയ്തത്. ഓക്കെ, റിപ്പീറ്റ് ടൈമിൽ ഞാൻ വേറെ മെറ്റീരിയൽ ഉപയോഗിച്ചു, MTG ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാലും മതി. ഡെയിലി നിങ്ങൾ 25 ക്വസ്റ്റ്യൻ ചെയ്യണം. ഡെയിലി എന്ത് ചെയ്യണം, 25 ക്വസ്റ്റ്യൻസ് പെർ സബ്ജക്റ്റ് ചെയ്യണം. ഇൻ ടോട്ടൽ ഡെയിലി 75 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം, ഇൻക്ലൂഡിങ് ബയോളജി. ഇത് ഞാൻ കെമിസ്ട്രിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്, ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്.
ഓക്കെ MTG തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഇലക്ട്രോലൈറ്റിക് സെൽസ് ആൻഡ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് വിട്ടുപോയതാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു, നിങ്ങൾ ഒരു പേപ്പറിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഇത് ഇങ്ങനെ ടിക്കിട്ട് പോകരുത് കേട്ടോ. ഇതിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ ടിക്കിട്ട് പോകരുത്. ടിക്കിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കൊല്ലം അതായത് 5 മാസം കഴിഞ്ഞിട്ട് ഇത് റിവൈസ് ചെയ്യുമ്പോൾ ആൾറെഡി നിങ്ങൾ ആൻസർ കാണും. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇത് തന്നെയാണ് ആൻസർ എന്നുള്ളത് നമ്മൾ ഫുള്ള് സൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കില്ല. അപ്പോൾ നമുക്ക് ആൻസർ ഐഡിയ ഇട്ടിട്ട് നിങ്ങൾ ടിക്കറ്റ് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫുൾ ആയിട്ട് ചെയ്യൂല. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് ഇടരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്കറ്റ് ആദ്യം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോകണം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ടിക്കറ്റ് ഇടരുത്. നിങ്ങൾ ടിക്കറ്റ് ഉണ്ടാ ഇവിടെ ടിക്കറ്റ് ഇട്ടോളൂ. ഈ ക്വസ്റ്റ്യൻ ആൾറെഡി ഒരു തവണ ചെയ്തിട്ടുണ്ട്, 2 തവണ ചെയ്ത് കഴിഞ്ഞാൽ 2 ടിക്ക്, 3 തവണ ചെയ്ത് കഴിഞ്ഞാൽ 3 ടിക്ക്. അപ്പോൾ നിങ്ങൾ നീറ്റ് എക്സാമുകളിലേക്കൊക്കെ നിങ്ങൾ അതിന് മുന്നൊക്കെ റിവൈസ് ചെയ്യും. ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടതാണല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, റെഡി. അടുത്ത സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4 എന്താണ്? ഷോർട്ട് നോട്ട്. അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ട്. എല്ലാത്തിനും നമ്മുടെ കയ്യിൽ എക്സാമ്പിൾ ഉണ്ട്. സ്റ്റെപ്പ് 4 ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ക്ലാസ് കേട്ടു, ക്വസ്റ്റ്യൻ ചെയ്തു, ഇനി അടുത്തത് എന്താണ്, ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സമയം കുറച്ച് ടൈം എടുത്തിട്ട് ഷോർട്ട് നോട്ട് ആക്കുക. ഷോർട്ട് നോട്ടിൽ എന്താണ്, ഇക്വേഷൻസ് ആണ് മെയിൻലി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ചാപ്റ്ററിന് ഷോർട്ട് നോട്ട് തീരും. ഇമ്പോർട്ടൻറ്റ് തിയറീസ് നിങ്ങൾക്ക് അപ്പോഴും ഇപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നതൊക്കെ എടുത്ത് അതിൽ എഴുതാനുള്ള ഗ്യാപ്പും കൂടി കൊടുക്കുക. ഇതാണ് ഷോർട്ട് നോട്ട്. കെമിസ്ട്രീൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഫിസിക്സിൻ്റെ ഷോർട്ട് നോട്ടാണ് വേണ്ടത്. എന്നാലും കെമിസ്ട്രീൻ്റെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിന് ഉണ്ടായിരുന്നു, ഞാൻ ടൈം കിട്ടാത്തതുകൊണ്ട് PDF ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കിട്ടാത്തതുകൊണ്ട് കൊടുത്തതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊടുക്കണം എന്ന് നിങ്ങൾ കൊടുക്കുക. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്, ഇത് കെമിസ്ട്രീൻ്റെ ആണ്, നിങ്ങൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതായത്. പിന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞു, ഞാൻ ഈ 2023 പ്രിപ്പയർ ചെയ്തപ്പോൾ സാലറ്റിൻ്റെ മൈൻഡ് മാപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ ഷോർട്ട് നോട്ട് തന്നെ. ഇതെൻ്റെ നോട്ടിന് ഷോർട്ട് നോട്ടാണ്. എന്താ വെച്ചാൽ ഞാൻ ഓരോ നോട്ടിനും ഓരോ ചാപ്റ്ററിനും ഓരോ നോട്ടാണ്. അതായത് ഞാൻ സാധാ നമ്മളെ ന്യൂസ് പ്രിന്റ് എടുത്തിട്ട് സെൻട്രൽ സ്റ്റാപ്പ് ചെയ്തിട്ട് നോട്ടാക്കി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് റൗണ്ടിട്ട് വെക്കും, ബോക്സിലിട്ട് വെച്ചു. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ബോക്സിലിട്ട് വെച്ചു. ഇത് കണ്ടില്ല നിങ്ങൾക്ക്, ബോക്സിലിട്ട് വെച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ചെയ്തു, ബോക്സിലിട്ട് വെച്ചു. അപ്പോൾ പിന്നെ റിവൈസ് ഈ ബോക്സ് മാത്രം നോക്കിയാൽ പോലെ. പിന്നെ ഏത് ടൈം കളയേണ്ട ആവശ്യമില്ലല്ലോ, ഷോർട്ട് നോട്ട് ഉണ്ടാക്കി ടൈം കളയേണ്ട ആവശ്യമില്ല. ഷോർട്ട് നോട്ടിന് എൻ്റെ കയ്യിൽ പ്രിന്റഡ് ഷോർട്ട് നോട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, എല്ലാ കാര്യം ഞാൻ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. ടെലഗ്രാമിലും വാട്സപ്പിലൊക്കെ ജോയിൻ ചെയ്താൽ മതി. കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ്. ഒരു യൂട്യൂബറിന് പ്രൊവൈഡ് ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മളെ ചാനൽ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റെപ്പ് 5 ലാസ്റ്റ് സ്റ്റെപ്പാണ്, വീക്ക്ലി എക്സാം അല്ലേ. വീക്ക്ലി എക്സാമിൻ്റെ മന്ത്ലി എക്സാം രണ്ടിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട സെയിം മെത്തേഡ്. നിങ്ങൾ ആൾറെഡി വീക്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ, നിങ്ങൾക്ക് വീക്കിലി എക്സാം ഉണ്ടാവും, അന്ന് എടുക്കുന്ന ആ വീക്കിൽ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് ആൾറെഡി നിങ്ങൾ ക്വസ്റ്റ്യൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എന്താ, ഒരു ദിവസം ഒഴിവ് കിട്ടും. ആ ഒഴിവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് ഒരു തവണ റിവൈസ് ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്യാം. അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുക ഇൻ ഡേ ബിഫോർ എക്സാം. ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുക, പറ്റുന്നത്ര ക്വസ്റ്റ്യൻ ചെയ്യുക. പറ്റാൻ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ആപ്പ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഫ്രീ മോക്കുകളും എഴുതാം അല്ലേ. ഇത്ര കാര്യങ്ങളേ പറയാനുള്ളൂ. ഇത്രയും പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഫിസിക്സ് റെഡിയായി. ഫിസിക്സ് അതാണ് സിമ്പിൾ, ടഫാണെന്നൊക്കെ പറയില്ലേ. ഞാൻ ഈ പറഞ്ഞ ഇത് പറയാൻ സിമ്പിളാണ്, എനിക്ക് സിമ്പിളാണ്, പക്ഷെ അത് പഠിക്കാൻ കുറച്ച് ടഫാണ്. പക്ഷെ ഇതാണ് നിങ്ങൾ ഈ ഒരു ഓർഡറാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഈ ഒരു ഓർഡറിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കോർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 150+ ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഫിസിക്സിൽ. എനിക്ക് 150+ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. അത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. ലൈക്ക് ചെയ്യുക, എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആപ്പ് തന്നെ നിങ്ങളെ റിമൈൻഡ് ചെയ്യും ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഗോ ആൻഡ് ഡൗൺലോഡ് ഇറ്റ്. സോ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.